ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈസിനെ കണ്ടിട്ട് വന്നാലോ? സ്റ്റാർട്ട്ഫോർഡാണ് സ്ഥലം. ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ അവിടെ പോയി ബുക്ക് ചെയ്യുമ്പം ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. അകത്ത് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ഒന്ന് ഞെട്ടി. ഇത് ഇഗ്വാനയാണ്. ഞാൻ ആദ്യം ഓർത്തിട്ടൊരു പ്രതിമേങ്ങാനാണ്. പിന്നെ അതുമല്ല, അതിങ്ങനെ കുറേ ബട്ടർഫ്ലൈസിനെ കഴിക്കുന്നുണ്ട്. അപ്പം എനിക്കിത് സത്യമാണോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നി. അപ്പോൾ സംഭവം റിയൽ ആണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ബട്ടർഫ്ലൈസിനെ നമ്മുടെ ഫോണിൽ പകർത്താനൊന്നും പറ്റത്തില്ല. കാരണം ഇതിങ്ങനെ പറന്ന് നടക്കുകയാണ്. അവിടെ മുഴുവനും ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ഒന്നിനെ സൂം ചെയ്ത് വരുമ്പോഴത്തേനും അത് പറന്നു പോയിട്ടുണ്ടാകും. പിന്നെ അവിടെ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഇങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ ലാർവ അതിങ്ങനെ കൊക്കൂണിനകത്ത് നമ്മളിങ്ങനെ കേട്ടിട്ടല്ലേ ഉള്ളൂ. അത് നേരിട്ട് കാണാൻ പറ്റി. പിന്നെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിങ്ങനെ പറന്ന് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അതൊന്നും അല്ല എന്നെ അതിശയിപ്പിച്ചത്. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഒത്തിരി ചെടികൾ അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പോയ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസിലാണ് അവരിതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ചൂടുമാണ്. നമ്മുടെ നാട്ടിലെ അതേ ഫീല്, മീൻസ് അവിടുത്തെ അതേ ചൂട് വരെ നമുക്കിവിടെ കിട്ടും. ചെറിയൊരു സ്പേസിൽ വളരെ മനോഹരമായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്തത്. അതിൻ്റെ കൂടെ ഈ കുറേ ബട്ടർഫ്ലൈസും ഒക്കെ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ കൊങ്ങിണിപ്പൂവാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. കൊങ്ങിണിപ്പൂവാണ്. നമ്മുടെ നാട്ടിലെ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന ചെടിയാണത്. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈസിന് ദാഹിക്കുമല്ലോ, അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കാണുന്ന പാറയുടെ ഇടുക്കിലൊക്കെയുള്ള എല്ലാ ചെടികളും ഇവിടെ തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടല്ലേ, ഒരു വാഴ കൊലച്ച് നിൽക്കുകയാണ്. പിന്നെ അതിന് നടുക്ക് തന്നെ ഇതുപോലൊരു കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുളമല്ല, ചെറിയൊരു അരുവി പോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വലിയ മീനൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിലെ ആമ്പലുണ്ട്. ഇത് ചെമ്പരത്തിയുടെ ചെടിയാണ്. പിന്നെ നമ്മളിങ്ങനെ അച്ചടി ആക്കുന്ന ഒരു ചെടിയൊക്കെ ഇല്ലേ, എന്ന് വേണ്ട സകല ചെടികളും നമ്മുടെ നാട് ഒരു കുഞ്ഞ് രീതിയിൽ അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതൊക്കെയാട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമ്മൾ എത്ര ദൂരെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പം പോലും, അത് ഫുഡായിക്കോട്ടെ അല്ലാത്ത എന്തും ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണല്ലോ. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. മിക്ക എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ, ചെടികൾ മീൻസ് നമ്മുടെ നാട്ടിലെ എല്ലാ ചെടികളും അവിടെയുണ്ട്. എനിക്ക് പിന്നെ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ എല്ലാവരും പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ പുറത്ത് ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.